കൊച്ചിയുടെ ഗതാഗത സംവിധാനത്തിന് പുതിയ കരുത്തേകാൻ കൊച്ചി നഗരസഭയുടെ മൂന്നാമത് റോറോ വെസലായ സേതുസാഗർ 3 വഴിയൊരുക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. വൈപ്പിൻ ബോട്ടുജെട്ടിയിൽ സേതുസാഗർ 3യുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊച്ചിയെ ലോകോത്തര വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള വൻ വികസന പദ്ധതികൾ അണിയറയിൽ ഒരുങ്ങുന്നതായും മുഖ്യമന്ത്രി. കൊച്ചി മേയർ വി.കെ. മിനിമോൾ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എം.എൽ.എമാരായ മുഹമ്മദ് ഷിയാസ്, ടോണി ചമ്മിണി, ടി.ജെ. വിനോദ്, ദീപക് ജോയ്, സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുത്തു. കൊച്ചി നഗരസഭയുടെ മൂന്നാമത് റോറോ വെസലായ സേതുസാഗർ 3യുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിർവഹിച്ചു. കൊച്ചിയുടെ പൊതുഗതാഗത സംവിധാനത്തിന് പുതിയ കരുത്തേകാൻ സേതുസാഗർ 3 വഴിയൊരുക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഏറ്റവും മനോഹരമായ 40 ഏക്കറിൽ പുതുവൈപ്പിലെ 40 ഏക്കർ വരെയാണ് ഈ രാജ്യത്തെ എങ്ങുമില്ലാത്ത ഒരു ഓഷ്യൻ ഏരിയ വരെയാണ്. അത് ലോകത്തെ എല്ലായിടത്തുമുള്ള ടൂറിസ്റ്റുകൾ വരെയാണ്. പിന്നെ കൊച്ചിക്ക് സമീപം ഫിലിം സിറ്റി വരികയാണ്. വലിയ ടൂറിസം കേന്ദ്രമായി നമ്മുടെ കൊച്ചി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. പൊതുഗതാഗത സംവിധാനം മെച്ചപ്പെടുത്താനുള്ള വലിയ പദ്ധതിയാണ് കേന്ദ്ര ഗവൺമെന്റിനെ സമർപ്പിക്കുന്നത്. വലിയ മാറ്റം കൊച്ചിയിലുണ്ടാവും. എന്തായാലും ഈ റോറോ സർവീസ് അതിന്റെ എല്ലാം തുടക്കമായി മാറട്ടെ. പുതിയ വെസൽ സർവീസ് ആരംഭിക്കുന്നതോടെ പശ്ചിമ കൊച്ചിയിലേക്കും നഗരത്തിലേക്കുമുള്ള യാത്ര കൂടുതൽ സുഗമവും ആധുനികവുമാകും. പൊതുഗതാഗത രംഗത്ത് കൊച്ചി നഗരസഭ നടത്തുന്ന മികച്ച ചുവടുവയ്പ് അഭിനന്ദനാർഹമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൊച്ചിയിലെ കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനായി 190 MLD ശേഷിയുള്ള ജലപദ്ധതിക്ക് അംഗീകാരം നൽകിയിട്ടുണ്ട്. ഫോർട്ട് കൊച്ചി ബീച്ചിന്റെ ടൂറിസം സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനായി ബീച്ച് നവീകരണ നടപടികളും ഉടൻ ആരംഭിക്കും. കൊച്ചിയെ ലോകോത്തര വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള വൻ വികസന പദ്ധതികളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. അത്യാധുനിക ഓഷ്യനേറിയം, ഫിലിം സിറ്റി, രാജ്യാന്തര നിലവാരത്തിലുള്ള മാരിടൈം മ്യൂസിയം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. പദ്ധതികൾ യാഥാർത്ഥ്യമാകുന്നതോടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ പ്രധാന ആകർഷണ കേന്ദ്രമായി കൊച്ചി മാറും. പൊതുഗതാഗത രംഗത്ത് സമഗ്രമായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ടുള്ള ബൃഹത്തായ പദ്ധതികൾ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. റോറോ സർവീസുകളിൽ സ്ത്രീകൾക്ക് സൗജന്യയാത്ര പ്രഖ്യാപിച്ച കൊച്ചി നഗരസഭയുടെ തീരുമാനം പ്രശംസനീയമാണ്. പദ്ധതിയിലൂടെ സ്ത്രീകൾക്ക് ലഭിക്കുന്ന സാമ്പത്തിക ലാഭം സ്വന്തം സമ്പാദ്യമായി മാറ്റിവെക്കണം. ഇത്തരം സമ്പാദ്യങ്ങൾ സ്ത്രീകളുടെ ആത്മവിശ്വാസവും അഭിമാനവും വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഇതിനായി KSFE വഴി പിങ്ക് ചിട്ടി ആരംഭിക്കാൻ സർക്കാർ മുൻകൈയെടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൊച്ചി മേയർ വി.കെ. മിനിമോൾ ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. എം.എൽ.എമാരായ മുഹമ്മദ് ഷിയാസ്, ടോണി ചമ്മണി, ടി.ജെ. വിനോദ്, ദീപക് ജോയ്, കൊച്ചി നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി.കെ. അഷ്റഫ്, സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ, KSINC മാനേജിംഗ് ഡയറക്ടർ ആർ. ഗിരിജ, CSML CEO അരുൺ N. നായർ, കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് C&MD VJ ജോസ്, റവറന്റ് ഡോക്ടർ ആന്റണി കാട്ടിപ്പറമ്പിൽ, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. റോയൽ കൊച്ചി 15 വർഷമായി പള്ളൂരുത്തിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് എല്ലാ സർവീസുകൾക്കും 30 ഡേയ്സ് സർവീസ് വാറന്റി. സർവീസ് അടുത്തിരുന്ന് കാണാം. പഴയ ഫോൺ എക്സ്ചേഞ്ച് ചെയ്ത് തവണ വ്യവസ്ഥയിൽ പുതിയ മൊബൈൽ ഫോൺ സ്വന്തമാക്കാം. ഡോർ ഡെലിവറി സംവിധാനമുണ്ട്. റോയൽ കൊച്ചി.